ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച കെ. സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയിൽ വ്യാപക ആവശ്യമുയർന്നതോടെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. പാലക്കാട് ജില്ലയിലെയും മണ്ഡലത്തിലെയും നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, വലിയ തിരിച്ചടിയാണ് പാലക്കാട് ബി.ജെ.പി. നേരിട്ടത്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധം സുരേന്ദ്രനെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ പുറത്തുവരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആ തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണോ സുരേന്ദ്രൻ? രാജ്യസന്നദ്ധത എപ്പോഴാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്? അമൃത, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു കെ. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. അതായത് പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും അതിനാൽ രാജിവെക്കുന്നുവെന്നും അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തെ, അതായത് കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയെയും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി.എൽ. സന്തോഷിനെയും സുരേന്ദ്രൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ നിലപാടെടുത്തിട്ടില്ലെങ്കിലും സുരേന്ദ്രൻ ഈ രാജ്യസന്നദ്ധതയോടൊപ്പം അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആവശ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പാലക്കാട്ടെ തോൽവി പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. ആ തോൽവി പരിശോധിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സുരേന്ദ്രൻ ലഭിച്ച മറുപടി. ഒപ്പം തന്നെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെയും പാലക്കാട് മണ്ഡലത്തിലെയും ഒപ്പം നഗരസഭയിലെയും ചില നേതാക്കൾക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സുരേന്ദ്രന്റെ ആവശ്യം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതോടുകൂടി അത് അംഗീകരിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം സുരേന്ദ്രനെതിരെ ഉയർന്ന ഘട്ടത്തിലാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും രാജിവെക്കേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ തിരിച്ചറിയുന്നതും കേന്ദ്ര നേതൃത്വത്തെ ഈ വിവരം ധരിപ്പിക്കുന്നതും. അതായത് പാർട്ടിയിൽ സാധാരണ വരാറുള്ള എതിർചേരിയിൽ നിന്ന് സുരേന്ദ്രനെതിരെ കേൾക്കാറുള്ള ശബ്ദങ്ങൾക്ക് പുറമെ ഔദ്യോഗിക പക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് സുരേന്ദ്രനെ എല്ലാ കാലവും സംരക്ഷിച്ചു പോന്നിരുന്ന വി. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ സുരേന്ദ്രന്റെ അല്ലെങ്കിൽ പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തുന്നു എന്നുള്ള വിവരമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ പരസ്യമായ പ്രതികരണത്തിൽ പോലും വി. മുരളീധരനിൽ ഒരു അസംതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഹരി സൂചിപ്പിച്ചത്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ്, ഈ കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വി. മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നമുക്കറിയാം, സുരേന്ദ്രനെ സംബന്ധിച്ച് ഒരു ഗോഡ് ഫാദർ പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ് വി. മുരളീധരൻ. അപ്പോൾ അദ്ദേഹം തന്നെ കൈവിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ തുടരുക എളുപ്പമല്ല എന്നുള്ളൊരു തോന്നലിൽ കൂടി ആയിരിക്കുമോ ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അദ്ദേഹം മുന്നോട്ട് വച്ചത്? തീർച്ചയായിട്ടും അമൃത, ഇനി ഔദ്യോഗിക പക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പോലും എതിർപ്പിനെ മറികടന്നുകൊണ്ട് സുരേന്ദ്രന് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുക സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയുണ്ട് ഇപ്പോൾ ഈ രാജ്യസന്നദ്ധത അറിയിച്ചതിനു പിന്നിൽ. മാത്രമല്ല, നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം തന്നെ പി. കെ. കൃഷ്ണദാസ് പക്ഷമാണ് സാധാരണ എല്ലാ കാലത്തും സുരേന്ദ്രന്റെ രാജി ആവശ്യം ഉന്നയിക്കുക, അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രശ്നങ്ങളുടെ പേരിൽ സുരേന്ദ്രനെ പഴിചാരുക. പക്ഷേ ഇതങ്ങനെയല്ല ഇത്തവണ ഉണ്ടായത്. പി. കെ. കൃഷ്ണദാസ് പക്ഷത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വി. മുരളീധരനും ശോഭാ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിലപാടെടുത്തു സുരേന്ദ്രനെതിരെ എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഉയർന്നു കേൾക്കുന്ന ചില പ്രശ്നങ്ങൾ, ഈ ശ്രീധരൻ അടക്കമുള്ള നേതാക്കളെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന പ്രശ്നങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പാലക്കാട്ടെ പ്രചാരണത്തിൽ ഈ ശ്രീധരനെ പങ്കെടുപ്പിച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മാത്രമാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. കുമ്മനം രാജശേഖരൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിച്ചിട്ട് പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേതാക്കൾ ഉയർത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഇതിനകത്ത് ഇനിയിപ്പോൾ സുരേന്ദ്രന്റെ മുൻപിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് പാലക്കാട്ടെ തോൽവിയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ള നേതാക്കൾ, അതായത് തനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള മറ്റുള്ള നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് കൂടിയാണ് സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇതിനോടകം തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നതാണ് സൂചന. അതായത് സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. പാലക്കാട്ടെ തോൽവി പരിശോധിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതോടുകൂടാതെ ശോഭാ സുരേന്ദ്രനെതിരെ പരാതി കൂടി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് വിജയസാധ്യത അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കെ. സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ കേന്ദ്ര നേതൃത്വത്തോട് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് കർശനമായ നടപടി വേണം എന്നുള്ള ആവശ്യം കൂടി സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തെ ഒരു നേതാവിന്റെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പരാതി നൽകാൻ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ളത് കൂടി ഇതിൽ ശ്രദ്ധേയമാണ്. അത് ശോഭാ സുരേന്ദ്രൻ
സുരേന്ദ്രനിൽ തീരുന്നില്ല. മറ്റു ചില നേതാക്കൾക്കെതിരെ കൂടി പേരെടുത്ത് പരാതികൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ എതിർചേരിയിൽ നിൽക്കുന്നവർ മാത്രമല്ല, സ്വന്തം പക്ഷത്തുണ്ടായിരുന്ന ചില നേതാക്കളുടെ പേരുകൾ പോലും സുരേന്ദ്രൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. കേന്ദ്ര നേതൃത്വം ഇനിയിപ്പോൾ പാലക്കാട്ടെ സാഹചര്യം പരിശോധിക്കും, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള തോൽവികളുടെ സാഹചര്യം പരിശോധിക്കും. അതിനുശേഷം ഇത്തരത്തിൽ തോൽവിയുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടതാണ്, ഇതിനു മുമ്പും ഇത്തരത്തിൽ സുരേന്ദ്രനെതിരെ സംസ്ഥാനത്തിനകത്തെ BJP-ക്കകത്തെ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു, കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതുമാണ്. പക്ഷേ അപ്പോഴൊക്കെ സുരേന്ദ്രനെ ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വലിയൊരു തിരിച്ചടി പാലക്കാട് നേരിട്ട ഒരു സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ ഒരു ചേർത്തുപിടിക്കൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് കരുതാമോ? ഒരിക്കലുമില്ല അമൃത. ഇനി അങ്ങനെ ഒരു ചേർത്തുപിടിക്കൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ സുരേന്ദ്രനെ കൃത്യമായ ഒരു സംരക്ഷണം തീർക്കേണ്ടതുണ്ട്. ആ സംരക്ഷണം ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പാലക്കാട് തോൽവി ഉണ്ടായതിന്റെ വൈകുന്നേരം, ആ ദിവസം വൈകുന്നേരം മുതൽക്ക് തന്നെ സുരേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് ചില നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്യമായി അല്ലെങ്കിലും ആഭ്യന്തരമായി അത്തരത്തിൽ ചില നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് സുരേന്ദ്രൻ എല്ലാ കാലവും സംരക്ഷണം തീർക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാട് കൂടി കേന്ദ്ര നേതൃത്വം പരിശോധിക്കുമ്പോൾ സുരേന്ദ്രൻ ഇത്തവണ സംരക്ഷണമില്ല. അതുകൊണ്ട് തന്നെ രാജി സന്നദ്ധത അംഗീകരിക്കുകയല്ലാതെ കേന്ദ്ര നേതൃത്വം ഇനി മറ്റൊരു സാധ്യതയിലേക്ക് പോകില്ല എന്നുള്ളത് കൂടിയാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷെ അതേസമയം സുരേന്ദ്രന്റെ രാജി അംഗീകരിക്കുന്നതോടുകൂടി ഒന്നും അവസാനിപ്പിക്കില്ല. അതിനോടൊപ്പം സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ കൂടി പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാനും കേന്ദ്ര നേതൃത്വം തയ്യാറാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷ് ഈ വിഷയത്തിൽ കെ സുരേന്ദ്രന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതായത് സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, പാലക്കാട് തോൽവിയും ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള പരാതിയും അടക്കം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് വേണ്ട നടപടികൾ അടിയന്തരമായി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോട് BL സന്തോഷ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോഴാണ് രാജിക്കൊരുങ്ങുക എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്ന് കരുതുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രന് സമയം കിട്ടുമോ ഹരി? അല്ല അതിനു മുമ്പ് തന്നെ, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ മാറേണ്ടി വരുമോ? അമൃത, 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുവരെ എന്തായാലും സുരേന്ദ്രന് സമയം നീട്ടിക്കൊടുക്കില്ല. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് സുരേന്ദ്രന്റെ മുൻപിൽ വെച്ചിരുന്ന ഒരു സമയം മാത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അത് നീട്ടിക്കൊടുക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ചെയ്തത്. പക്ഷേ ഇനി അങ്ങനെ നീട്ടിക്കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തൃശ്ശൂരിലെ ജയത്തിനപ്പുറത്തേക്ക് പാലക്കാട്, കേരളത്തിലെ നിയമസഭയിൽ ഒരു സാന്നിധ്യമാകാൻ പാലക്കാട്ടെ വിജയം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരുന്നു. മാത്രമല്ല കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള വിലയിരുത്തൽ തന്നെ കേന്ദ്ര നേതൃത്വം നടത്തിയിരുന്നു. അത്തരം ഒരു സാധ്യത ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പോലും സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തായാലും അടുത്ത വർഷം വരാനിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ സുരേന്ദ്രൻ പടിയിറങ്ങേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതും മാസങ്ങളുടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിവേഗത്തിൽ തന്നെ അത്തരം ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇങ്ങോട്ട് രാജി ആവശ്യപ്പെടും മുമ്പ് അങ്ങോട്ട് രാജി കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് ഇവിടെ കെ സുരേന്ദ്രൻ പയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടി മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻ ഉന്നം വെക്കുന്നുണ്ട്. അതായത് തനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള പ്രധാന നേതാക്കൾ, ആ നേതാക്കൾ ഈ താൻ രാജിവെക്കുന്നതോടുകൂടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് വരും എന്നുള്ളത് സുരേന്ദ്രൻ അറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ളത് കൂടി സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൽ ചില നേതാക്കളെ സുരേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രനോ എതിർപക്ഷത്തുള്ള PK കൃഷ്ണദാസോ ഒന്നുമല്ല, സ്വന്തം പക്ഷത്തു നിന്നുള്ള ചില നേതാക്കളുടെ പേരുകൾ തന്നെയാണ് സുരേന്ദ്രൻ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തോടും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും തൽക്കാലം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് തിരിച്ചു വരാം എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു വിവരം. അതായത് ഒരു ടൈം മാത്രമേ സുരേന്ദ്രൻ ആയിട്ടുള്ളൂ, ഒരു ടൈം ആയ മറ്റു ചില നേതാക്കൾ കൂടി ഇപ്പോൾ BJP-യിലുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ടൈമിന് കൂടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിക്കാൻ ഈ നേതാക്കൾക്കൊക്കെ തന്നെ കഴിയും. അങ്ങനെയുള്ളവർ ഇപ്പോൾ വരട്ടെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അവരുടെ കീഴിൽ നേരിടട്ടെ. താൻ രണ്ടാം വട്ടത്തെ ക്ലെയിം, രണ്ടാം ടൈമിലെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് പിന്നീട് വരാം എന്നുള്ളതാണ്, ആ പാർട്ടിയിൽ നിലനിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് പിന്നീട് വരാം എന്നുള്ളൊരു തന്ത്രം കൂടി സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജി കൊടുക്കുന്നതും പാർട്ടിയിൽ രാജിസന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ
തനിക്ക് തിരിച്ചടി ആവില്ല എന്നുള്ളതാണ് സുരേന്ദ്രന്റെ ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഹരി